നേരത്തെ കേട്ടിരുന്നത് അതിനന്നൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരളത്തിന് പുറത്ത് പല ക്ഷേത്രങ്ങളിലും ഈ പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ, ഈ പൂജാരി എന്ന നിലയിൽ അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയമിക്കാനൊക്കെ തന്ത്രി അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചു. അങ്ങനെ ഒരു ബംഗളൂരുവിലെ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി. അതൊക്കെ നേരത്തെ റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുള്ളതാണ്. അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തത് അല്ലെങ്കിൽ അതിനൊക്കെ റെക്കമെൻഡ് ചെയ്തത് ഈ കണ്ഠരര് രാജീവരാണ് എന്ന് കേട്ടിരുന്നു. ശബരിമലയിലെ തന്ത്രി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജാരിയെ നിയമിക്കാൻ അത് കേരളത്തിന് പുറത്ത് ഒരു സ്വകാര്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റോ മറ്റോ നടത്തുന്ന ക്ഷേത്രത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമുക്കറിയാം അങ്ങനെ ശബരിമലയിലെ തന്ത്രി പറഞ്ഞിട്ടൊരു പൂജാരിയെ ഒരു ക്ഷേത്രത്തിലേക്ക് നിയമിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ നിലയിൽ ഉള്ള സഹായവും തന്ത്രി ചെയ്തിട്ടുണ്ട് എന്ന് നേരത്തെ കേട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ? ജിയോമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ശബരിമല അയ്യപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ചെന്ന് കാണുന്ന വ്യക്തി ശബരിമല തന്ത്രിയാണ്. ആ തന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത അവിടുത്തെ വിശ്വാസികളായോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലെയോ ആൾക്കാർ കേൾക്കാതിരിക്കില്ല. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായ അറിവോടും ഉദ്ദേശത്തോടും കൂടി, അങ്ങനെയാണ് SIT പറയുന്നത്, അറിവോടും ഉദ്ദേശത്തോടും കൂടിയാണ് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന ഇത്തരത്തിൽ ഒരു സഹായിയുടെ ഒരു മെയിൻ റോളിലേക്ക് കൊണ്ടുവരുന്നത്. വെറും സഹായിയല്ല, സഹായികളിൽ ഏറ്റവും മുഖ്യ സഹായിയായിട്ടാണ് കൊണ്ടുവരുന്നത്. ആ റോളിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ലാഭക്കൊതി ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എന്നുള്ളതായിരുന്നു SIT ഇതുവരെ സംശയിച്ചിരുന്നത്. പക്ഷേ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ മൊഴി ലഭിച്ചില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയും തന്ത്രി നൽകിയ മൊഴിയും തമ്മിലുള്ള ആദ്യ വൈരുദ്ധ്യം SITക്ക് ബോധ്യപ്പെടുന്നത് താനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് എന്നതായിരുന്നു പത്മകുമാറിന്റെ ആദ്യത്തെ മൊഴി. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ആദ്യത്തെ മൊഴിയിൽ തന്നെ പറയുന്നത് തന്ത്രിയുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയാണ് തന്നെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അവിടെ ഈ മൊഴിയിലൊരു വ്യത്യാസം ആദ്യം തന്നെ പിടിക്കപ്പെട്ടു. പിന്നീട് ഇത് തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരുന്നതിന് തർക്കമില്ല. ഇതിൽ ലാഭമുണ്ടാക്കുന്നതിനോ ഈ കൊള്ളയിലോ പങ്കുണ്ടോ എന്നുള്ളതായിരുന്നു പിന്നീട് SIT അന്വേഷിച്ചത്. ആ SITയുടെ അന്വേഷണത്തിലാണ് 2018 മുതൽ പിന്നീട് തന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പരസ്പരം നടത്തിയ കൂടിയാലോചനകൾ, പരസ്പരം നടത്തിയ ഒരു മീറ്റിങ്ങുകൾ, ഇതെല്ലാം തന്നെ SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും പല സന്ദർഭങ്ങളിലും നിർണായകമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് തന്ത്രിയുടെ അനുവാദം തേടിയിരുന്നു. അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ, അത് കട്ടളപ്പാളിയാകട്ടെ, ദ്വാരപാളികളിലെ ശില്പങ്ങളാകട്ടെ, ആ സ്വർണ്ണപ്പൊതി ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതെല്ലാം കൃത്യമായ റോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആജ്ഞാനുസരണം, നിർദ്ദേശാനുസരണം തന്ത്രി അവിടെ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ് SIT കണ്ടെത്തുന്നത്. അതായത് എന്താണോ അവർ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത്, ഗൂഢാലോചനയിൽ അതിൽ കൃത്യമായി തന്നെ പങ്ക് തന്ത്രിക്കുണ്ട്. തന്ത്രിയുടെ അറിവും സമ്മതവും തന്ത്രിയുടെ ബോധപൂർവമായ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിൽ അവിടെ ഈ കൊള്ള നടന്നിട്ടുള്ളത്. ആ കൊള്ളയിൽ പത്മകുമാറും ഒരു വശത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവ്, ഇവർ 3 പേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീവെട്ടിക്കൊള്ള ശബരിമലയിൽ നടന്നു എന്നുള്ളതാണ് SIT ഇപ്പോൾ ഉറപ്പിക്കുന്നത്. എന്തായാലും ആ തീവെട്ടിക്കൊള്ള ഇതിവിടെ മാത്രം നിൽക്കുമോ, അതിനപ്പുറമുള്ള മാനങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധന നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലയിടങ്ങളിലും റെക്കമെൻഡ് ചെയ്തത് തന്ത്രിയാണെന്ന ചില ക്ഷേത്ര ഭാരവാഹികൾ കൂടി ഇപ്പോൾ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും അത് ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിരുന്നു. ആ ബന്ധത്തിന്റെ ആഴം കൂടി വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പലപ്പോഴും ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി പല ക്ഷേത്രങ്ങളിലും ഈ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ആ ക്ഷേത്രം ഭാരവാഹികളുമായി തന്ത്രി സംസാരിച്ചു. ആ സംസാരിച്ചതിന്റെ വിവരങ്ങൾ കൂടി SITക്കുണ്ട്. അങ്ങനെ തന്ത്രിയുടെ റോൾ എന്ത് എന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തിയിട്ടുണ്ട്. ആ റോൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തായാലും തന്ത്രി കസ്റ്റഡിയിലാണെന്ന വിവരം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ചോദ്യം ചെയ്യൽ, ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തന്ത്രി തുറന്ന് പറയാൻ തുടങ്ങിയത്, തുറന്ന് സമ്മതിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ തന്ത്രി പെട്ടിരിക്കുന്നു. തന്ത്രി അറസ്റ്റിലേക്ക് പോകുമ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തന്ത്രിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ SITക്ക് അറിയാനുണ്ട്. കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും ഉടൻ തന്നെ അത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യതയാണ്. ആ ചോദ്യം ചെയ്യലിനായി കോടതിയെ തന്നെ സമീപിക്കാനാണ് SITയുടെ തീരുമാനം. എന്തായാലും ഹൈക്കോടതിക്ക് മുമ്പാകെ ഇടക്കാല റിപ്പോർട്ട് മുന്നോട്ട് വെക്കുമ്പോൾ SITക്ക് അഭിമാനത്തോടെ അല്ലെങ്കിൽ അന്തസ്സായി തന്നെ പറയാം, ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പ്രതിയെ കൂടി തങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു, ഒരു വ്യക്തിയിലെ കൂടി തങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. നിഷ്പക്ഷമായി തന്നെയാണ് ഞങ്ങളുടെ അന്വേഷണം പോകുന്നതെന്ന് SITക്ക് അഭിമാനത്തോടെ പറയാം. എന്നാലും SIT വളരെ വലിയ ഒരു ശ്രമപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ്, ഏറ്റവും വലിയ അറസ്റ്റ്, ഏറ്റവും വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും വലിയ ഒരു അറസ്റ്റാണ്. മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയെ
ഒരു സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. 2018 മുതൽ ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉള്ള ബന്ധമുണ്ട്. അവർ പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും അവിടെ സ്വാധീനമുണ്ടാക്കിയതും തന്ത്രിയാണ്. ആ സ്വാധീനം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രതിഫലം കിട്ടിയിട്ടുള്ളത് തന്ത്രിക്കാണ് എന്നതാണ് SITയുടെ നിഗമനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം അത് കേവലം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിനപ്പുറത്തേക്ക്, ഇപ്പൊ അങ്ങനെ ഒരു സൗഹൃദമാണെങ്കിൽ അതിനെ സംശയത്തിന്റെ നിഴലിലൂടെ കാണേണ്ട ആവശ്യമില്ല. ആ ബന്ധത്തിന്, ആ സൗഹൃദത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഉള്ള ആഴത്തിലുള്ള ബന്ധം ഇരുവരും തമ്മിലുണ്ട് എന്നും ആ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അതിനൊക്കെ പ്രതിഫലം തന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുമുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിലയിരുത്തൽ നിഗമനം. അതാണ് ഈ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനിലേക്ക്, കസ്റ്റഡിയിലെടുത്തിപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. അറസ്റ്റ് വേണ്ടിവരും എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതികളുടെ മൊഴി എന്നതിനപ്പുറത്തേക്ക്, ഇപ്പോൾ ഒരു പ്രതി വേറൊരാൾക്കെതിരെ മൊഴി നൽകിയാൽ ആ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല, പ്രത്യേകിച്ച് തന്ത്രിയെപ്പോലെ ഒരാളെ. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ മൊഴി സാധൂകരിക്കുന്ന അതിന്റെ അനുബന്ധ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടി വരും. അത്തരം തെളിവുകൾ ശേഖരിച്ചിട്ടും കൂടി ആയിരിക്കും ഈ നടപടിയിലേക്ക് SIT ഉറപ്പായും എത്തുക. കാരണം ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല തന്ത്രി കണ്ഠരര് രാജീവരെ പോലെ അല്ലെങ്കിൽ ശബരിമലയുടെ താന്ത്രിക അവകാശമുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള വിവരശേഖരണം നടത്തി അതിന് അനുബന്ധമായ തെളിവുകൾ ശേഖരിച്ച് പഴുതുകളൊക്കെ അടച്ചിട്ട് മാത്രമായിരിക്കും ഉറപ്പായും SIT ഈ നടപടിയിലേക്ക് പോയിട്ടുണ്ടാവുക എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അതിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തന പരിചയവും അവരുടെ വിശ്വാസ്യതയും ഒക്കെ സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പരാതികളില്ല അതിനെ നയിക്കുന്ന അതിലെ അന്വേഷണ സംഘത്തിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരെ പറ്റി. അപ്പോൾ ആ നിലയിലുള്ള ഉദ്യോഗസ്ഥർ ഈ തന്ത്രിയിലേക്ക് എത്തുകയും തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എല്ലാ പഴുതുകളും അടച്ച് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു കൂട്ടുത്തരവാദിത്വമുള്ള ഒരാളെന്ന നിലയിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുക, അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതിൽ തർക്കം വേണ്ട. ഒരു കാര്യം കൂടി ഉള്ളത്, തന്ത്രിയാണ് എല്ലാത്തിനും അനുമതി നൽകുന്നത്. ആ അനുമതി എന്നത് അയ്യപ്പന്റെ അനുമതി എന്നതിന് തത്തുല്യമാണ് തന്ത്രി ശബരിമലയിൽ നൽകുന്ന ഓരോ അനുമതിയും. അവിടെ നൽകുന്ന ഓരോ അനുമതിയും അത് അയ്യപ്പൻ നൽകുന്ന അനുമതി എന്ന നിലയിൽ തന്നെയാണ് തന്ത്രിയോട് അനുമതി തേടുന്നത്. അപ്പോൾ അയ്യപ്പന്റെ അനുമതി, അയ്യപ്പന്റെ അനുജ്ഞയാണ്. അപ്പോൾ അവിടെ സ്വർണം ഏതെങ്കിലും തരത്തിൽ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് അയ്യപ്പനോട് ചോദിക്കുന്നതിന് തുല്യമാണ് തന്ത്രിയോട് ചോദിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു പ്രതിപുരുഷൻ എന്ന നിലയിലൊക്കെ കാണുന്ന താന്ത്രിക വിധിപ്രകാരം കാണുന്ന ഒരാളാണ് തന്ത്രി. ആ തന്ത്രിയാണ് ഇവിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതാ വലിയ ചോദ്യമുനയിൽ നിൽക്കുന്നത്, കസ്റ്റഡിയിലാകുന്നത്, അറസ്റ്റിലേക്ക് നീങ്ങുന്നത് എന്നത് എത്ര ഗൗരവമുള്ള ഒരു സാഹചര്യമാണെന്ന് നമ്മൾ ഓർക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒരുപക്ഷെ SITയുടെ ഇതുവരെയുള്ള അറസ്റ്റിനെ നമ്മൾ നേരത്തെ പത്മകുമാറിന്റെ അറസ്റ്റിന്റെ സമയത്താണ് പറഞ്ഞത്. ഇതുവരെയുള്ള അറസ്റ്റ് പോലെയല്ല പത്മകുമാറിന്റെ അറസ്റ്റ് എന്നത്. അന്ന് പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആരാണ് എന്നതിന്റെ ഉത്തരമാണ് ഇപ്പോഴിതാ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന കണ്ഠരര് രാജീവര് അദ്ദേഹത്തിന്റെ ചിത്രമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. എത്ര വലിയ നീക്കമാണ് SIT നടത്തുന്നത്. ഇതിന്റെ പ്രകമ്പനങ്ങൾ തിരുവനന്തപുരത്തൊക്കെ മറ്റു പല തരത്തിലായിരിക്കുമല്ലോ അലയടിക്കാൻ പോകുന്നത്, അല്ലേ? വിജയകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ താന്ത്രിക വിധിപ്രകാരം അവകാശമുള്ള കുടുംബത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനിയായ ഒരാളെ കസ്റ്റഡിയിലേക്ക് എടുക്കുക എന്നുള്ളത്. താഴ്മൺ കുടുംബത്തിനാണ് ഈ ശബരിമലയിലെ താന്ത്രിക അവകാശം. 2 കുടുംബങ്ങളായിട്ടാണ് താന്ത്രിക അവകാശം കാലങ്ങളായി നിർവഹിച്ചു പോകുന്നത്. ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന തന്ത്രിമാരിൽ ഏറ്റവും സീനിയറായ ആളാണ് കണ്ഠരര് രാജീവര്. അത്തരമൊരാളെ അറസ്റ്റ് ചെയ്യാനായുള്ള നീക്കം SIT നടത്തുമ്പോൾ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ കേവലം എന്തെങ്കിലും ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല അദ്ദേഹത്തെ ഒരു കസ്റ്റഡിയിലെടുക്കാനായി വിളിച്ചു വരുത്തിയത്. മറിച്ച് നേരത്തെ ഉണ്ടായിരിക്കുന്ന മൊഴി സാധൂകരിക്കുന്ന കൊറാബറേറ്റീവ് എവിഡൻസസ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് ഒരു ഫുൾ പ്രൂഫായ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ കുറ്റമറ്റൊരു നീക്കമാണ് SIT നടത്തുന്നതെന്ന് വേണം കരുതാൻ. ഇത് രാഷ്ട്രീയമായി പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP പ്രക്ഷോഭത്തിലേക്കും മറ്റും വരാൻ അറച്ചു നിന്നതിൻ്റെ കാരണം തന്ത്രിയെ ഇതിലേക്ക് ബന്ധപ്പെടുത്താനുള്ള നീക്കം മണത്തെറിഞ്ഞാണ് എന്ന തരത്തിലുള്ള ചില ഉപശാല വർത്തമാനങ്ങൾ തിരുവനന്തപുരത്തും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ
കേസിൽ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തന്ത്രിയെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രകമ്പനം സ്വാഭാവികമായും ഉണ്ടാകും. ദേവഹിതം എപ്പോഴും അറിയുന്നത് അല്ലെങ്കിൽ ദേവന്റെ പ്രതിസ്ഥാനീയനാണ് തന്ത്രി എന്നതാണ് താന്ത്രിക വിധി പ്രകാരം ക്ഷേത്ര സങ്കല്പപ്രകാരമുള്ള ഒരു വിശ്വാസം. അങ്ങനെ ശബരിമലയിൽ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകണോ, കട്ടളപ്പാളി ഇളക്കണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദേവഹിതം തേടുക എന്ന ഒരു ചടങ്ങുണ്ട്. ആ ദേവഹിതം തേടുമ്പോൾ അതിന് ക്ലിയറൻസ് നൽകേണ്ടത് താന്ത്രിക വിധി പ്രകാരം ആരാണോ തന്ത്രിയുടെ ചുമതല വഹിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.